ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ മകൾ ഹോസ്പിറ്റലായിരുന്നേ. ഏകദേശം 7 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നതിന് 40,000 രൂപയാണ് എക്സ്പെൻസ് വന്നത്. അപ്പോൾ ഇന്നത്തെ ഹോസ്പിറ്റൽ ബില്ലൊക്കെ നിങ്ങൾക്കറിയാലോ. ഞാൻ ആ ഹോസ്പിറ്റൽ ബില്ല് വെരിഫൈ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതിൽ 35%, അതായത് 15,000 രൂപയോളം എനിക്ക് കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിനാണ് വന്നിരുന്നത്. ഞാൻ ഒരു പോളിസി എടുത്തതിൽ കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഫുൾ എമൗണ്ട് കവർ ചെയ്ത് കിട്ടിയത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു പോളിസി എടുക്കുമ്പോൾ കൺസ്യൂമബിൾസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ബെനിഫിറ്റോടെ കിട്ടുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 1 lakh റുപ്പീസാണ് നിങ്ങൾക്കൊരു ബില്ല് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അതിൽ 35% എന്ന് പറഞ്ഞാൽ 35,000 രൂപയോളം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പേയ്മെൻറ്റ് നടത്തേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പോളിസി എടുക്കുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ പോളിസി എടുക്കുക. ചിലവർ ഒരു ചെറിയൊരു പ്രീമിയം കുറവിന് വേണ്ടിയിട്ട് ഈ കൺസ്യൂമബിൾസ് പോലെയുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. മേ ബി നിങ്ങൾക്ക് ഈ ഒരു അറിവ് ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ദെൻ അറിയാത്ത പല ആൾക്കാരും ഉണ്ടായിരിക്കാം. അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്കൊരു പോളിസി എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിലവിലുള്ള പോളിസീനെ മറ്റൊരു പോളിസിയിലേക്ക് പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പല ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. അത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി തരാനായിട്ട് എനിക്ക് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ ഈ നമ്പറിലേക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി.